ആദിമൂർത്തിയും ശിവന്റെ അംശവുമായ വയനാട്ടുകുലവന്റെ ഉത്ഭവം സാധാരണ കഥകളിൽ ഒതുങ്ങുന്നതല്ല. ഐതിഹ്യം തുടങ്ങുന്നത് ഗോത്രവേഷം അണിഞ്ഞ് വേട്ടയാടി നടന്ന ശിവന്റെയും പാർവതിയുടെയും ദിനങ്ങളിൽ നിന്നാണ്. വനത്തിലെ ഓരോ നിമിഷവും അവർ ആസ്വദിച്ചു. ഒരു വേട്ടക്കിടെ ശിവന് പാർവതി ദേവിയോട് തീവ്രമായ അനുരാഗം തോന്നി. പ്രണയത്തിനായി യാചിച്ചെങ്കിലും പാർവതി ദേവി അത് നിഷേധിക്കുകയായിരുന്നു. നിയന്ത്രണം നഷ്ടപ്പെട്ട ശിവന്റെ ശരീരദ്രാവകം ഭൂമിയിൽ പതിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ അവിടെ തേന്മകൾ, കരിമകൾ, തിരുമകൾ എന്നീ മൂന്ന് വൃക്ഷങ്ങൾ ഉയർന്നു. അതിലൊന്നായ തേന്മകളിൽ നിന്നും കള്ള് ഒരു നദി പോലെ ഒഴുകി. അത് കുടിച്ച ശിവൻ മദ്യലഹരിയിൽ താണ്ഡവമാടാൻ തുടങ്ങി. പാർവതിയുടെ അസ്തിത്വം പോലും അദ്ദേഹം മറന്നു. ഭർത്താവിന്റെ ഈ അവസ്ഥയിൽ ദുഃഖിതയായ പാർവതി ദേവി വൃക്ഷത്തിൽ മൃദുവായി തടവി കള്ളിന്റെ ഒഴുക്ക് നിർത്തി. കള്ള് വീണ്ടും കുടിക്കാൻ തിരികെ വന്ന ശിവൻ കള്ളിന്റെ അഭാവത്തിൽ രോഷാകുലനായി. കോപത്താൽ സ്വന്തം തുടയിൽ ഇടിച്ചപ്പോൾ ആ ദ്വേഷാഗ്നിയിൽ നിന്നും അതിതീയൻ ജനിച്ചു. തെന്മകളിൽ നിന്നും കള്ള് ശേഖരിക്കാനുള്ള ചുമതല ശിവൻ ഈ മകനെ ഏൽപ്പിച്ചു. അതിതീയൻ പിതാവിനെ നല്ല രീതിയിൽ ശുശ്രൂഷിച്ചു. എന്നാൽ ഭർത്താവ് നിത്യവും മദ്യപിക്കുന്നത് പാർവതി ദേവിക്ക് ഇഷ്ടമായിരുന്നില്ല. വിഷ്ണുദേവന്റെ സഹായത്തോടെ അവർ അതിഥിയനെ ദേവലോകത്തിൽ നിന്നും നാടുകടത്തി. അങ്ങനെ അതിഥിയൻ ഭൂമിയിൽ വയനാട്ടുകുലവനായി പുനർജനിച്ചു. അദ്ദേഹം വേട്ടയാടി പതിവായി കള്ളുകുടിച്ചു. ഒരിക്കൽ പിതാവായ ശിവന് വേണ്ടി കദളി വനത്തിൽ സൂക്ഷിച്ചിരുന്ന അഷ്ടമധുര കലശം കുടിക്കാൻ കുലവൻ തീരുമാനിച്ചു. കോപത്താൽ മുഖം ചുവന്ന ശിവൻ പ്രത്യക്ഷപ്പെട്ട് മകനെ അന്ധനായി ജീവിക്കാൻ ശപിച്ചു. പിന്നീട് പശ്ചാത്താപം തോന്നിയ കുലവന് ശിവൻ 2 വെള്ളിക്കണ്ണുകളും ഒരു പ്രകാശവടിയും നൽകി. എന്നാൽ കാഴ്ച ലഭിക്കാത്തതിന്റെ കോപത്താൽ കുലവൻ ആ സമ്മാനങ്ങൾ വടക്കുമണ്ണിരൻ മഹാപർവ്വതത്തിലേക്ക് എറിഞ്ഞു. കണ്ണുകൾ ശിവന്റെ ഹോമകുണ്ടത്തിലും വടി അതിപറമ്പൻ കണ്ണന്റെ മുറ്റത്തുമെത്തി. കണ്ണന്റെ മുറ്റത്ത് തീച്ചൂള സ്ഥാപിക്കാൻ ഏൽപ്പിച്ച അന്നു മുതൽ വയനാട്ടുകുലവൻ ദൈവമായി വടക്കൻ മലബാറിന്റെ പ്രധാന ആരാധനാമൂർത്തിയായി ആരാധിക്കപ്പെട്ടു. എന്നാൽ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഭൂമിയിൽ അലഞ്ഞ ആദിമൂർത്തിയുടെ ഈ രൗദ്രഭാവം ഇന്ന് കളിയാട്ടങ്ങളിലും തറവാടുകളിലും തെയ്യമായി ആടുകയാണ്.